ഇത് നീലഗിരി, ഹരിതാഭയുടെ മണ്ണ്. കൊടും വനങ്ങളും കുന്നുകളും വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന മലമ്പാതകളും കോടയും മഞ്ഞും പുതഞ്ഞുകിടക്കുന്ന ലോകത്തിലെ സുന്ദര പ്രദേശം. പ്രകൃതി സ്നേഹികളുടെയും പരിസ്ഥിതി ദാഹികളുടെയും ഊശ്വര ഭൂമികയാണിത്. കേരളം, കർണാടകം, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ സംഗമഭൂമി. നീലഗിരിയിലെ ഗൂഡല്ലൂർ. 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം വരെ ഈ പ്രദേശം മൈസൂർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു. 1792-ൽ ടിപ്പു സുൽത്താന്റെ കയ്യിൽ നിന്നും ഗൂഡല്ലൂർ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമാക്കി. അന്നു മുതൽ മലബാർ ജില്ലയുടെ ഭാഗമായ ഗൂഡല്ലൂരിനെ 1877-ൽ മലബാർ ജില്ലയിൽ നിന്നും തമിഴ്നാടിന്റെ നീലഗിരിയുടെ ഭാഗമാക്കി മാറ്റി. അങ്ങനെ ഒരു പൂർവകാല മലയാളി പെരുമ പറയാനുണ്ട് ഗൂഡല്ലൂരിന്. ഇന്ന് ഗൂഡല്ലൂർ പ്രദേശങ്ങൾ നീലഗിരിയുടെ ഭാഗമാണെങ്കിലും ജനസംഖ്യയുടെ 40% മലയാളികളാണ്. മലപ്പുറം, മഞ്ചേരി, പട്ടാമ്പി, തിരുവിതാംകൂർ, വയനാട് ഭാഗങ്ങളിൽ നിന്നും കച്ചവടത്തിനും കൃഷിക്കുമായി കുടിയേറി പാർത്തവരാണിവർ. ഇന്ന് നീലഗിരിയുടെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മേഖലകളിൽ ശക്തരായ ന്യൂനപക്ഷമാണ് ഇവിടുത്തെ മലയാളികൾ. ഇസ്ലാമിക പാരമ്പര്യത്തിന് ശക്തമായ വേരോട്ടമുള്ള പ്രദേശം കൂടിയാണ് ഗൂഡല്ലൂർ. ഹരിതവനികളുടെ റാണിയായ നീലഗിരിയിലെ പച്ചപ്പുതച്ച തേയിലത്തോട്ടത്തിനും മാടിവിളിക്കുന്ന മാമരങ്ങൾക്കും പ്രകൃതിയോട് കിന്നാരം പറയുന്ന ഗിരിനിരകൾക്കും കൂലിവേലക്കാരന്റെ പരാധീനതകൾ തീർക്കാനാവില്ല. മുഴുപട്ടിണിയും നിത്യരോഗവും കൂടെയുള്ള കുടുംബങ്ങൾ, എരിയുന്ന വയറിന്റെ തീയണയ്ക്കാൻ, നിത്യജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വെള്ളക്കാരന്റെ ഔദാര്യശേഷിപ്പായ തേയിലക്കാട്ടിൽ പൊരിവെയിലും പെരുമഴയും അറിയാതെ അസ്തമനാർക്കന്റെ ചെഞ്ചായ കിരണം തമസ്സിന് വഴിമാറുവോളം അധ്വാനിക്കുന്ന ഉപ്പമാർക്ക് സ്വന്തമായൊരു വീടും വിവാഹാന്വേഷകർക്ക് അനിഷ്ടമാകുന്ന പ്രായം കവിഞ്ഞ മക്കളുടെ ദാമ്പത്യ ജീവിത പൂർത്തീകരണവും വെറും പാഴ്സ്വപ്നമാണ്. കതിർ മണ്ഡപം ഒരു കിനാവായി മാത്രം കണ്ടുകഴിയുന്ന പ്രായമേറിയ പാവം പെൺമക്കളുടെ നെഞ്ചകത്തെ നൊമ്പരങ്ങൾ സങ്കൽപ്പിക്കാനാവുമോ? ദാരിദ്ര്യത്തിന്റെയും അസുഖത്തിന്റെയും കേറിക്കിടക്കാൻ ഇടമില്ലാത്തതിന്റെയും സ്ത്രീധനമില്ലാത്തതിന്റെയും കാരണത്താൽ പുരനിറഞ്ഞു നിൽപ്പായ പൊന്നോമന സന്താനങ്ങളെ വരണമാല്യം ചാർത്താനും താലികെട്ടാനും നിക്കാഹ് ചെയ്ത് കൈപിടിച്ചു കൊടുക്കാനും ഒരു മാരനെ കിട്ടാതെ വെപ്രാളപ്പെടുന്ന, വേദനിക്കുന്ന, വ്യസനത്തോടെ ജീവിതം തള്ളി നീക്കുന്ന രക്ഷിതാക്കളുടെ വേദന നമുക്കളക്കാനാകുമോ? ഒരിക്കലുമില്ലല്ലോ. മതവും അഭിമാനവും പ്രശ്നങ്ങളും മുഖവിലേക്കെടുക്കാതെ കൂടുവിട്ടു പറക്കുന്ന മോഹപ്പക്ഷികളെപ്പോൽ ഒളിച്ചോടി ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ ഇന്നും വ്യാപകമാവുകയല്ലേ? ആരാണിതിന്റെ കാരണക്കാർ? ആരുടെ ചുമലിലാണ് ഇതിന്റെ ഉത്തരവാദിത്വം ചുമത്തേണ്ടത്? അതെ, സമൂഹം ഒന്നാകെ അത് ഏറ്റെടുക്കുകയേ നിർവാഹമുള്ളൂ. ഒന്നാലോചിച്ചു നോക്കുമോ? നമ്മുടേതല്ലാത്ത ഒരു മകളെ, ഒരു സഹോദരിയെ കെട്ടിച്ചയക്കാൻ നാം ശ്രമിക്കുകയോ ചിലവ് വഹിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ചിലവിലേക്ക് നല്ലൊരു വിഹിതം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിനായി ആരെയെങ്കിലും കണ്ട് ചിലവ് സ്വരൂപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ 173 പാവപ്പെട്ട പെൺമക്കളെ മംഗല്യത്തിന്റെ സുമോഹന സുന്ദര തീരത്തേക്ക് ആനയിച്ചിരിക്കുകയാണ് SYS നീലഗിരി ജില്ലാ കമ്മിറ്റിയുടെ പാടന്തറ മർക്കസിലെ സമൂഹ വിവാഹത്തിലൂടെ. നീറിപ്പുകഞ്ഞിരുന്ന ഹൃത്തടങ്ങളിൽ കുളിര് കോരിയിടുന്ന ഈ കനിവിന്റെ ഹൃദ്യമുഹൂർത്തത്തിൽ രക്ഷിതാക്കളും മക്കളും അവരുടെ കുടുംബ ബന്ധങ്ങളുമടങ്ങുന്ന ആയിരങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ലഭിക്കുവാൻ നമുക്കും നമ്മുടെ സന്താന പരമ്പരയിലും വേദനാജനകമായ ആ ഒരു ദുരവസ്ഥ വരാതിരിക്കുവാൻ ഇത്തരം സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ. നീലഗിരിക്കാർക്കിത് 3ാമത് സമൂഹ വിവാഹമായിരുന്നു. 2014-ൽ നീലഗിരിയിലെ മഹത്തായ സ്ഥാപനമായ പാടന്തറ മർക്കസിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് 57 സഹോദരിമാരാണ് സുമംഗലികളായത്. SYS നീലഗിരി ജില്ലാ പ്രസിഡന്റും പാടന്തറ മർക്കസിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന
ദേവർഷോല അബ്ദുസലാം മുസ്ലിയാരുടെ ദർസ് 20ാം വാർഷികം പ്രമാണിച്ച് 2015 131 മംഗകളാണ് ദാമ്പത്യവല്ലരിയിൽ മധു നുകർന്നത്. നമ്മുടേതര മതവിഭാഗത്തിലെ സഹോദരിമാരും സമൂഹ വിവാഹത്തിന് അംഗമായിരുന്നു. SYS നീലഗിരി ജില്ലാ കമ്മിറ്റിയുടെ സാന്ത്വന പദ്ധതികളിൽ സുപ്രധാന പ്രൊജക്റ്റായ SYS സമൂഹ വിവാഹത്തിന് ഇന്ന് ജാതി മതഭേദമന്യേ വരണമാല്യം ചാർത്തുന്നതും താലി കെട്ടുന്നതും നിക്കാഹ് നടത്തി കൈപിടിച്ചു കൊടുക്കുന്നതും 173 പെൺകുട്ടികൾക്കാണ്. ഈ സംരംഭം മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃകയാണ് വരച്ചു കാണിക്കുന്നത്. നീലഗിരിയിലെ പട്ടിണിപ്പാവങ്ങളുടെ ഇന്നലകളിലെ നീറുന്ന സ്പന്ദനങ്ങൾക്ക് സാന്ത്വനത്തിന്റെ തെളിനീര് തെളിച്ച് SYSഉം പാടന്തറ മർക്കസും മനുഷ്യ സമൂഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും വേറെ സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യം. അതുകൊണ്ട് ഏറ്റവും മഹത്വമുള്ള പ്രവർത്തനമാണ് ഇന്ന്. സ്ഥാപനം വേണ്ട എന്നല്ല, ഒന്നിൻ്റെ മഹത്വം പറയുമ്പോൾ മറ്റത് വേണ്ട എന്നല്ലല്ലോ. അതുകൊണ്ട് ഇത് വളരെയേറെ സന്തോഷകരമായിരിക്കുന്നൊരു കർമ്മമാണെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുക. ഇതിൽ സഹകരിക്കാൻ കഴിഞ്ഞ പല സഹോദരിമാരും ആഭരണങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരിമാരുടെ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങൾ, വളയും അതുപോലത്തെ ആഭരണങ്ങൾ ഈ പരിപാടിയിലേക്ക് സലാം മുസ്ലിയാരുടെ നേതൃത്വം നടക്കുന്ന ഈ വിഷയത്തിലേക്ക് നമ്മുടെ സഹോദരിമാർ നൽകിക്കൊണ്ടിരിക്കുക. ഗൾഫ് നാട്ടിലെ എത്രയോ നല്ല മനുഷ്യന്മാർ, നമ്മുടെ പ്രവർത്തകന്മാർ, ചെറുപ്പക്കാർ, പണ്ഡിതന്മാർ, പ്രായം ചെന്നവർ ഒരു വ്യത്യാസവുമില്ലാതെ സഹായിച്ചതാണ് ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ നടത്താൻ പറ്റിയിട്ടുള്ളത്. ആ ഗൾഫിലെ സഹോദരന്മാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട MP ഉസ്താദ് അടുത്ത സമയത്ത് എത്തും. മഹാനവറുടെ നേതൃത്വത്തിൽ ദുആ നടക്കും എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞത് ഇത് വളരെ നല്ലൊരു കാര്യം. സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ പെൺകുട്ടികളെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഇതിനേക്കാൾ കേമമായ രീതിയിൽ, കഴിഞ്ഞ വർഷവും നടന്നിട്ടുണ്ട് 100 ചില്ലാനം വിവാഹം, ഇപ്പം 170 അടുത്ത വർഷം 200 കവിയുന്ന വിവാഹങ്ങൾ. എന്നാലും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ പിന്നെയും ബാക്കിയാണ്. നമ്മളൊക്കെ സഹകരിച്ചാൽ, നമ്മളൊക്കെ ഒത്തുപിടിച്ചാൽ 200 കവിഞ്ഞ അടുത്ത വർഷം നടത്താൻ അല്ലാഹു തആലാന് തൗഫീഖ് ഉണ്ടാവും. നമ്മളെ ശ്രമം അല്ലാഹു തആല പരാജയപ്പെടുത്തുകയില്ലല്ലോ. നല്ല കാര്യത്തിലല്ലേ നമ്മുടെ ശ്രമം. ഒരിക്കലും അത് അല്ലാഹു തആല നമുക്ക് പരാജയപ്പെടുത്തൂല. അതുകൊണ്ട് മേലിലും അടുത്ത വർഷവും ഇതുപോലത്തെ ഒരു സംരംഭം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹത്തെ സംബന്ധിച്ച് ഒരൊറ്റ വാക്ക്. വിവാഹം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഇബാദത്താണ്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മിൻഹാജിൽ രേഖപ്പെടുത്തിയത് കേവലം ഒരു അഖദ്, ഒരു ഏർപ്പാട് അല്ല. കച്ചവടവും അതേപോലെ ഒരുപാട് ഇടപാടുകൾ നമ്മുടെ നാടുകൾ നടക്കുന്നുണ്ട്. നല്ല പ്രവർത്തനം തന്നെയാണ്, പ്രതിഫലവും കിട്ടും. പക്ഷേ ബൈഇനേക്കാൾ അതുപോലത്തെ മറ്റുള്ള ഇടപാടുകളേക്കാൾ ഒരു ഇബാദത്തായി പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് ഈ വിവാഹം എന്നത്. അത് ഖുർആൻ ഉത്സാഹിപ്പിച്ചതാണ്, ഹദീസ് പഠിപ്പിച്ചതാണ്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് വഇന്നഹു അഗ്ളു ലിൽബസർ വഅഹ്സനു ലിൽഫർജ് വമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം വഇന്നഹു ലഹു വിജാ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട്, ഓ യുവാക്കളെ, ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ വിവാഹം ചെയ്യണം. ഇവിടെ കൂടിയ 170 വരന്മാരുണ്ട്, ഭർത്താക്കന്മാരാകാൻ പോകുന്ന ആളുകൾ. നിക്കാഹിന്റെ സീഗ ഇവിടെ ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ അവര് വരന്മാരായി മാറി. ഈ വിവാഹം ഒരു ഇബാദത്താണ്. കേവലം ഒരു സുന്നത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എന്നർത്ഥം, അല്ലെങ്കിൽ ഒരു ഹസനത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു ഇബാദത്താ. വിവാഹം വളരെ പ്രധാനപ്പെട്ടതാണ്.
വിവാഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. വിവാഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ലെന്ന് വരെ വളരെ ഗൗരവമായി താക്കീത് നൽകിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് വിവാഹം ചെയ്യണം. ആ വിവാഹത്തിൻ്റെ ലക്ഷ്യമാണ് ഒറ്റ വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. നിങ്ങൾ വിവാഹം ചെയ്താൽ ഒരു പെണ്ണിൻ്റെ ചുമതല നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇതുവരെ ആ പെൺകുട്ടിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകിയത് അവളുടെ പിതാവാണ്, അല്ലെങ്കിൽ മാതാവാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികളാണ്. അനാഥകളും ഉണ്ടാകുമല്ലോ. ആ പെൺകുട്ടിനെ ആ ഉത്തരവാദിത്വം നിന്ന് അവരെ കയ്യിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുകയാണെന്നൊരു ബോധം നമുക്ക് വേണം. ആ പെൺകുട്ടിനെ ഇതുവരെ വളർത്തിയ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഞാൻ ഏറ്റെടുക്കുന്നു. അദ്ദേഹം നമുക്ക് വിവാഹം ചെയ്ത് തന്നാൽ പിന്നീട് നമ്മുടെ ചുമതലയാണത്. ഈ ഒരു കാരണം കൊണ്ടാണ് ആ പെൺകുട്ടിന്റെ ഭക്ഷണം മാത്രമല്ല, വസ്ത്രം മാത്രമല്ല, താമസിക്കാനുള്ള പാർപ്പിടം മുതൽ കുളിക്കാനുള്ള വെള്ളം വരെ, ചുരുക്കി പറഞ്ഞാൽ ആവശ്യമായ അനുവദനീയമായ അലങ്കാര വസ്തുക്കൾ ഉൾപ്പെടെ ആ പെൺകുട്ടിക്ക് നമ്മൾ നൽകണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നിങ്ങൾ ചിന്തിച്ചോ, ഒരിക്കലും ആ രംഗത്ത് നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. പക്ഷെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചാണെന്ന് മാത്രം. 100 രൂപന്റെ ചെലവ് നടത്താൻ കഴിയുന്നവൻ 100, 50 മാത്രമേ കപ്പാസിറ്റി ഉള്ളൂവെങ്കിൽ 50 മതി. ഏതായിരുന്നാലും കൊടുത്തേ പറ്റും. ഒരാവശ്യവും അതിലില്ലാത്ത വളരെ വിഷം മാത്രം നിലനിൽക്കുന്ന ആ മാമൂലുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് സന്തോഷത്തിൻ്റെ രീതിയിൽ, സ്നേഹത്തിൻ്റെ രൂപത്തിൽ, ഭാഷയാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും സ്നേഹപരമായ നീക്കങ്ങൾ നമ്മൾ ഭാര്യയും ഭർത്താവും, നിങ്ങൾ ചിന്തിക്കണം, ആ മാതാപിതാക്കളെ മക്കളെ പോലെയാണ്. അകന്ന 2 കുടുംബം ഒന്നായി മാറിയിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് ഇവർ പരിഹരിക്കാൻ, ഇവരുടെ പ്രയാസങ്ങൾ ആ കുടുംബം പരിഹരിക്കാൻ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന സ്നേഹപരമായ ഒരു നീക്കത്തിലേക്ക് നീങ്ങാൻ നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ വിവാഹ ജീവിതം സുന്ദരമാകും, നമ്മുടെ മക്കളുടെ വിവാഹ ജീവിതം സുന്ദരമാകും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, ഇത്രയും വലിയൊരു സാഹസത്തിന് തയ്യാറായ നമ്മുടെ സലാം മുസ്ലിയാരും അതിനുവേണ്ടി സഹായിച്ച SYSന്റെ പ്രവർത്തകന്മാരും നേതാക്കളും മുഴുവൻ ആളുകളും വളരെയേറെ സുത്യർഹമായ പ്രവർത്തനമാണ് ചെയ്തത്. അള്ളാഹുവെ നീ സ്വീകരിക്കണം, റഹ്മാനെ സഹകരിക്കണമെന്ന് പറയുന്നു. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അഭിവന്ദരായ ശൈഖുന നമ്മോട് അല്പനേരം സംസാരിക്കാൻ പോവുകയാണ്. വന്ദരായ ഉസ്താദുമാരും സാദാത്തുക്കളും നമ്മുടെ നേതൃനിരയിലെ മഹത്തുക്കൾ നമുക്ക് ആശീർവാദം നൽകാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന നമ്മോട് അല്പം നസീഹത്ത് നൽകി നമ്മുടെ വിഷയം ആരംഭിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് കഴിഞ്ഞ വർഷത്തിലായി 187 പാവങ്ങളെ ഈ വേദിയിൽ വെച്ച് ശൈഖുനയുടെ നേതൃത്വത്തിലായി അവർക്കൊരു ജീവിതമുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അവരെല്ലാവരും നല്ല റാഹത്തിൽ സന്തോഷത്തോടുകൂടെ ഇണകളായി ദാമ്പത്യ ജീവിതം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. 95% പേർക്കും അള്ളാഹു മക്കളെ കൊടുത്തിട്ടുമുണ്ട്. ഞാനിത് പറയുന്നത് ആ പാവങ്ങൾക്ക് ഒരു ദാമ്പത്യ ജീവിതം നമ്മെപ്പോലെ കുടുംബമായി ജീവിക്കാനുള്ള വഴിയൊരുക്കാൻ സൗകര്യം ചെയ്ത ഉമറാക്കൾ, സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാജിമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഒരാളെയും ഞങ്ങൾ ശൈഖുനയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യിപ്പിക്കും എന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഖാലിഖായ യജമാനനായ അല്ലാഹുവിനെ അറിയാം. ഇവിടെ സഹായിച്ച ഞങ്ങളുടെ സഹോദരങ്ങളെ, മൂമിനീങ്ങളുടെ മലയാളികളായ പ്രത്യേകിച്ച് മൂമിനീങ്ങൾ, ഇവിടെയുള്ള നല്ലവരായ തമിഴ്നാട്ടിലെ സഹോദരങ്ങൾ, അവരുടെ അകമടിഞ്ഞ സഹായം കൊണ്ട് 170 പരം 173 പേരുണ്ട്. 173 പേര് എന്നുള്ളത് വെറുതെ എടുക്കുന്നതല്ല. ഉമ്മയും ഉപ്പയുമില്ലാത്ത ഒരു സാധുവായ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് എളാമയുടെ വീട്ടിൽ താമസിക്കുന്നു. കരീം ഹാജി എന്ന് പറയുന്ന 88 വയസ്സുള്ള ഒരു മഹല്ല് പ്രസിഡന്റ് വന്നിട്ട്
ഞങ്ങളോട് പറഞ്ഞു ആ പെൺകുട്ടിയുടെ ജീവിതം എന്തായിരിക്കും, അവരെ തട്ടരുത്, 170 പുറത്താണ്. അങ്ങനെ അള്ളാഹുവിനെ തവക്കുലാക്കി ഉമ്മയും ഉപ്പയുമില്ലാത്ത കുട്ടികളെ 3 പേരെയും അങ്ങനെ ഏറ്റെടുത്ത് എല്ലാം ഷെയ്ഖുനൊരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ല കൊടുക്കൂല. ആ ഒരൊറ്റ വാക്ക് തന്നെയാണ്. അല്ലാഹു തആല നമ്മുടെ നേതൃത്വത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സ്നേഹമുള്ളവരോട് ഇവിടെ ഒരു ദീർഘപ്രസംഗം പറ്റിയ സമയമല്ലെന്നറിയാം. നമ്മൾക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ നേതൃത്വത്തിൻ്റെ ഉപദേശങ്ങളാണ്. വിഷയമൊന്നറിയാൻ വേണ്ടി 1-2 വാക്കുകൾ നിങ്ങൾ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞങ്ങളെ പല ആളുകളും വിളിച്ചിട്ട് സംഘകുടുംബങ്ങളിൽപ്പെട്ട ഞങ്ങളോട് പറഞ്ഞു, സംഘകുടുംബങ്ങളിൽപ്പെട്ട പല ആളുകളും പറഞ്ഞു, ഞങ്ങളോട് ചില ആളുകൾ വിളിച്ചു പറഞ്ഞു 101 ഉറപ്പിച്ചു. കഴിഞ്ഞ കൊല്ലം ഇതേ വേദിയിൽ വെച്ച് ഷെയ്ഖുന പറഞ്ഞ അടുത്ത കൊല്ലം 200 അടുത്ത് 200ഓളം കെട്ടിക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളിന്ന് ആ വാക്ക് വല്ലാതെ ഫലത്തിൽപ്പെട്ടത് ഓർക്കുകയാണ്. 173ആയി, 101ൽ 100ൽ ഉറപ്പിച്ചു. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജർ കൂടിയായ തങ്ങൾ ഉസ്താദ് സഖാഫി തങ്ങൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു, 28 വയസ്സുള്ള 2 കണ്ണ് കാണാത്തൊരു പെൺകുട്ടിക്ക് അല്ലാഹു തആല ഒരു ജീവിതത്തിനുള്ള വഴിയൊരുക്കിയിട്ടുണ്ട്, പുതിയാപ്പിള റെഡിയായിട്ടുണ്ട്, അതുകൊണ്ട് അത് തട്ടണം. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇല്ല, അള്ളാഹുവിൻ്റെ ഖജനാവ് വലുതാണ്. അങ്ങനെ 101 ഉറപ്പിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പിന്നെ ഞങ്ങൾ പല ഭാഗത്തും പോയി തിരിച്ചു വന്നു. 101ൽ ഉറപ്പിച്ചുവെങ്കിലും ചില ആളുകളൊക്കെ ഞങ്ങളോട് വിളിച്ചു ചോദിക്കും, നല്ല കാശ് എവിടുന്നോ നല്ല തുക കിട്ടിയിട്ടുണ്ട്. അല്ല, അള്ളാഹുവിൻ്റെ ഖജനാവ് വളരെ വലുതാണ്. ഖാലിഖായ റബ്ബിന് കടിയാത്ത ഒന്നുമില്ല. മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് അസ്മാഉൽ ബദർ ചൊല്ലിച്ച് 50 കുടുംബങ്ങൾ ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണം മുടങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അവർക്കൊരു 5 പവൻ ഉണ്ടാക്കിയിട്ടൊരു ജീവിതം ഉണ്ടാക്കാൻ കഴിയൂല. 2 വർഷം മുമ്പ് അന്ന് ഞങ്ങൾ കുറച്ചുപേരെ ഇക്കൊല്ലം പറ്റില്ല അടുത്ത കൊല്ലം നോക്കാമെന്ന് പറഞ്ഞ് തള്ളി. പക്ഷേ അന്ന് ഞങ്ങൾ ഷെയ്ഖുനയോടൊന്നും ചോദിക്കാതെ പറയാതെ അത് ചെയ്തു പോയത്, തള്ളിയതാണ്. അതൊരു മണ്ടത്തരമാണ് എന്ന് ബോധ്യപ്പെട്ടു. കാരണം അടുത്ത കൊല്ലം കഴിച്ചു വിടാമെന്ന് പറഞ്ഞ് തള്ളിയപ്പോൾ അന്ന് ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചില്ല, അടുത്ത കൊല്ലം ഏതെങ്കിലും സഹോദരങ്ങളുടെ സഹായം കൊണ്ട് അന്ന് കല്യാണം കഴിച്ചു വിടാൻ നോക്കിയാൽ അന്ന് ഈ പെൺകുട്ടികൾക്ക് പുതിയാപ്പിള റെഡിയാകുമോ? ഞങ്ങളത് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല. അങ്ങനെ അല്പം മാറ്റിവെച്ചു. ഇന്നും അവരിൽ ചില പെൺകുട്ടികൾ, ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, അന്ന് എൻ്റെ മോൾക്ക് ഒരു 5 പവൻ എവിടെ നിന്നെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ എൻ്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടായിരുന്നില്ലേ? ഇന്നും ആ പെൺകുട്ടിക്കൊരു ജീവിതം ഉണ്ടായിട്ടില്ല. അതൊരു മണ്ടത്തരമായി പോയി എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമായത്. അപ്പം 101ൽ ഉറപ്പിച്ചുവെങ്കിലും 50 കുടുംബങ്ങളും പുതിയാപ്പിളൊത്തവരാണ് ഇപ്പോൾ. അന്നത്തെ വേദന തീർന്നിട്ടില്ല. അപ്പം 50 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെലവുകളൊക്കെ നിങ്ങൾക്കറിയല്ല. യജമാനനായ അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് ആ 50 കുടുംബത്തെ അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ 150ൽ ഉറപ്പിച്ചു. 150ൽ ഉറപ്പിച്ചപ്പോഴും ഞങ്ങളുടെ അഭിമന്യ ഗുരുവിൻ്റെ ഉസ്താദിൻ്റെ അതുപോലെ തന്നെ ഞങ്ങളിവിടെ അറിയിക്കും, വിവരമൊക്കെ അറിയിക്കാറുണ്ട്. 150ൽ നിർത്തി. പിന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഉസ്താദുമാർ, റസൂലുള്ളാഹിൻ്റെ പൊന്നു മക്കൾ ഇവിടെ ഈ വേദിയിലുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് നിങ്ങളോട് പറയട്ടെ, പിന്നീട് 20 കുടുംബം, അതിൽ ഭൂരിപക്ഷവും ബാപ്പയില്ലാത്ത മക്കളാണ്. 28 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ ബന്ധപ്പെട്ട ആളുകൾ വന്നു, ബാപ്പല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 150 കഴിഞ്ഞു, ആഗ്രഹമുണ്ട്, എങ്ങനെയാ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരിക? വിവരം അറിഞ്ഞപ്പോൾ 28 വയസ്സുള്ളൊരു പെൺകുട്ടിയെ, ബാപ്പല്ലാത്തൊരു യതീമായ കുട്ടിയെ പുതിയാപ്പിള റെഡിയായിട്ടുണ്ട്. അത് ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയാ 6 മാസമായത്ര ഓടി നടക്കുന്നു ആ മോൾക്കൊരു ജീവിതം കിട്ടാൻ? അങ്ങനെ പറ്റൊരു വിഷമം പ്രകടിപ്പിച്ചപ്പോഴേക്കും ആ കുട്ടിയുടെ ഉമ്മയുടെ വിറക്കൽ കാണണം.
ഓ സഹോദരങ്ങളെ, ഒരു പെൺകുട്ടിയെ 28 വയസ്സുള്ള പെൺകുട്ടിക്ക് പുതിയാപ്പിള റെഡിയായിട്ട് ഇപ്പൊ പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു തള്ളയുടെ വിറക്കല് അത് ഞങ്ങളെ കണ്ണീരിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഉമ്മ തട്ടൂല, ഉമ്മ അള്ളാഹു കൊടുക്കൂല, ഏറ്റെടുക്കാം ഉമ്മ. അങ്ങനെയാണ് 150 ഉള്ളത് 170 വരെ എത്തി. പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് ഇവിടെ കൂടുതൽ പറയാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 38 വയസ്സുള്ള ഒരു പെൺകുട്ടി, 38 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഉമ്മ പാടന്തറ മർക്കസിലേക്ക് വന്നു. എന്നിട്ട് ആ ഉമ്മ പറയാ, കഴിഞ്ഞ പ്രാവശ്യം ആ കുട്ടിക്ക് പുതിയാപ്പിള നോക്കി നടന്ന് കിട്ടിയില്ല. പക്ഷെ ആ ഉമ്മ പറഞ്ഞു ഞങ്ങളോട്, 38 വയസ്സായിട്ടുണ്ട് മോൾക്ക്, അൽഹംദുലില്ലാ കല്യാണം ശരിയായിട്ടുണ്ട്, കല്യാണം പുതിയാപ്പിള റെഡിയായിട്ടുണ്ട്. പുതിയാപ്പിള റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, എങ്ങനെയാ പുതിയാപ്പിള റെഡിയായത്? അപ്പം ആ തള്ള പറയാ, ഒരാളെ ഭാര്യ മരിച്ചു, അയാൾക്ക് 2-3 മക്കളുണ്ട്. അപ്പോൾ അയാൾ എൻ്റെ മോളെ വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു. മക്കളെ നോക്കിയാൽ മതി എന്നാ പറഞ്ഞത്, 10 പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാ. പിന്നെ എന്താ ഉമ്മ, നിങ്ങൾ രാവിലെ തന്നെ, ഞങ്ങളുടെ ഉമ്മയെക്കാളൊക്കെ വയസ്സുണ്ട്. ആ ഉമ്മ പറയും, നിങ്ങൾ എന്താ ഉമ്മ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നങ്ങ് പറഞ്ഞപ്പോൾ, നിങ്ങൾ എന്താ രാവിലെ തന്നെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയാ, ആ ഉമ്മ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞു, 38 വയസ്സായിട്ട് ഇന്ന് വരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തള്ള ഞങ്ങളോട് പറഞ്ഞത്, 38 വയസ്സായി, ആ കുട്ടിയുടെ ബാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടിട്ടുണ്ട്, ഇന്ന് വരെ സ്വർണത്തിൻ്റെ ഒരു മോതിരോ കമ്മലോ ആ കുട്ടി ധരിച്ചിട്ടില്ല. എന്നിട്ട് ഞങ്ങളോട് പറയാ, ആരാൻ്റെ വീട്ടിൽ പോവുകയല്ലേ, നിങ്ങൾ 2 കമ്മൽ വാങ്ങി തരുമോ ചോദിച്ചു. എന്താണ് അതിൻ്റെ ഒരു വേദന? ഉമ്മാ, ഒരു മാല, 2 വള, ഒരു മോതിരം, 2 കമ്മലും നിക്കാഹിൻ്റെ മുമ്പ് വീട്ടിലെത്തുമാർ. എന്താണ് തള്ളയുടെ കരച്ചിലറിയോ? പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് ഞങ്ങൾ പറയട്ടെ, ഇത് വല്ലാത്തൊരു കണ്ണീരിൻ്റെ അവസ്ഥയാണ്. ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു കണ്ണീരിൻ്റെ അവസ്ഥയാണ്. നീറിപ്പുകയുന്ന, ഉരുകിത്തീരുന്ന 28-35 വയസ്സുള്ള പെൺകുട്ടികളെ നോക്കി ഉരുകിത്തീരുന്ന ഉമ്മമാർ, ആ ഉമ്മമാരുടെ പൊട്ടുന്ന കൽബ് കണ്ടിട്ട് ഈ സംഘകുടുംബങ്ങളും പാടന്തറ മർക്കസും അങ്ങ് ഇറങ്ങിത്തിരിച്ചതാണ്. മൊയ്തീനാജി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളൊരു കിഡ്നി രോഗിയുടെ അരികിൽ ചെന്നു. ഒരു കിഡ്നി രോഗിയുടെ, അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ, ചെന്നപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ ഒരു കിഡ്നി നഷ്ടപ്പെട്ട ആ സഹോദരൻ ഞങ്ങളോട് പറയാ, ഒരു ഉമ്മ അവിടെ വന്നിരുന്നു, ഒരു ഉമ്മ ഇവിടെ വന്നു. അപ്പം എന്താ വിഷയം എന്നറിയോ? ആ ഉമ്മ എന്താ അവതരിപ്പിക്കുന്നത്, എൻ്റെ കിഡ്നി നിങ്ങൾക്ക് നൽകാൻ. ഒരാളെ കിഡ്നി നഷ്ടപ്പെട്ട ഒരു തള്ള വന്നിട്ട് എൻ്റെ ഒരു കിഡ്നി നിങ്ങൾക്ക് നൽകാൻ. അപ്പം എന്തേ അത് തട്ടി ആ ഉമ്മാനെ പറഞ്ഞു വിട്ടു. ആ ഉമ്മ പുറത്ത് മുറ്റത്ത് പോയിരുന്ന് അങ്ങ് പൊട്ടിക്കരഞ്ഞു, വല്ലാത്ത കരച്ചില്. അപ്പം ഇയാൾ വിളിച്ച്, അപ്പം എന്ത് ചോദിച്ചപ്പോൾ തള്ള പറയാ, എനിക്ക് 3-4 മക്കളുണ്ട്, അതിൽ മൂത്ത മോൾക്ക് എല്ലാം കല്യാണപ്രായം എത്തിയവരാണ്, ഒറ്റ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടിട്ടില്ല. മൂത്ത പെൺകുട്ടിക്ക് പുതിയാപ്പിള റെഡിയായിട്ടുണ്ട്, 7 പവൻ വേണം. എനിക്ക് പള്ളിയിൽ നിന്നൊരു എഴുത്ത് തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ പള്ളികളുടെ മുറ്റത്തും പോയിരുന്ന് ജുമാ കഴിഞ്ഞ് പിരിയുന്നവരെനിക്ക് കാശ് തന്ന് 2.5 പവൻ വാങ്ങിയിട്ടുണ്ട്, 4.5 പവൻ എനിക്ക് കിട്ടണം. അപ്പോൾ ഒന്നുമില്ല. ഈ തള്ള പറയണ എന്താ അറിയോ, 4.5 പവൻ വേണം, ഒന്നുമില്ല. ഇയാൾ കിഡ്നി രോഗിയുടെ അടിയിൽ വന്ന് ഈ തള്ള പറയാ, എൻ്റെ ഒരു കിഡ്നി തരാ, നിങ്ങൾ 2 പവൻ തരും, എൻ്റെ ഒരു കിഡ്നി തരാം, 2 പവൻ തരും, ഞാൻ മരിച്ചിട്ട് എൻ്റെ ഒരു മോള് രക്ഷപ്പെടണം. എൻ്റെ സഹോദരങ്ങളെ, ആ ഉമ്മാൻ്റെ കണ്ണീര് തുടച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരു ജീവിത വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. പറയാനുള്ളത്, ഒരു തള്ള സ്വന്തം കിഡ്നി കൊടുത്തിട്ട് എൻ്റെ ഒരു മോൾക്ക് കല്യാണം ശരിയാവണമെന്ന് പറഞ്ഞ നമ്മുടെ ഈ സമൂഹത്തിലെ വേദന എത്രയാണ്. പൊട്ടുന്ന കൽബ് കണ്ട് ഇറങ്ങിത്തിരിച്ചതാണ് ഞങ്ങളുടെ ഉസ്താദുമാരുടെ നേതൃത്വ ഉപദേശത്തോടുകൂടെ ഈ വീതിയിൽ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി 187 പാവങ്ങളെ
കല്യാണം കഴിച്ചു വിട്ടു. അൽഹംദുലില്ലാ, ഇന്ന് ഷെയ്ഖുനയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ അഭിമന്യരായ ഉസ്താദുമാർ, എൻ്റെ അഭിമന്യ ഗുരു ഷെയ്ഖുന പൊന്മള ഉസ്താദ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദിന് ഒരു ചെറിയ സുഖമില്ലായ്മ കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഷെയ്ഖുനെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് സ്നേഹമുള്ള സഹോദരങ്ങളോട് ഈ മഹത്തായ മജ്ലിസിലെ എങ്ങനെയാണ് 150 ഉള്ളത് 170, പിന്നെ 3 കുടുംബങ്ങളും ഒന്നും കാശ് കയ്യിലുണ്ടായിട്ടല്ലായിരുന്നു. പക്ഷെ ഒരു പേടിയില്ല. അള്ളാഹുവിൻ്റെ, ഞാൻ എൻ്റെ അഭിമന്യ ഷെയ്ഖുനയുടെ മുന്നിൽ വെച്ച് സന്തോഷത്തോടെ പറയട്ടെ, ഒരു പേടിയില്ല, വിഷമില്ല, ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ ഖജനാവ് വലുതാണ്. 173 അല്ല, 200 അല്ല, 300 ആണെങ്കിലും വിഷമോ പേടി ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ ഖജനാവ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ തവക്കുലാക്കിയിട്ട് ഞങ്ങളോട് ശൈഖുന പറഞ്ഞത്, കഴിഞ്ഞ കൊല്ലം പറഞ്ഞു, ഈ മനുഷ്യത്വമുള്ളവർ ജാതി മത വ്യത്യാസമില്ലാതെ, ഇത് പാടന്തര മർക്കസിലാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രസിഡന്റും ശൈഖുന തന്നെയാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഇത് നടക്കുമ്പോൾ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞത്, പാവങ്ങളാണോ സാധുക്കളാണോ, അവിടെ മതമില്ല. ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 15ഓളം അമുസ്ലിം സഹോദരങ്ങൾ, ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്, പടച്ചുറപ്പിൻ്റെ പടപ്പുകളാണ്. അള്ളാഹുവാണ് അവർക്കൊക്കെ വെള്ളം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും. അപ്പോൾ 15ഓളം അമുസ്ലിം സഹോദരങ്ങൾ പാടന്തര മർക്കസ് അത് ഷെയ്ഖുനെ പോലവർ നയിക്കുന്നുവെങ്കിലും ഇവിടെ ഷെയ്ഖുന പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ല, നിറോ ഒരു നോട്ടില്ല, ഒരു ഗ്രൂപ്പോ മറ്റോ ഒന്നുമില്ല. കഴിഞ്ഞ കൊല്ലം 130 കുട്ടികളെ കെട്ടിച്ചു വിട്ട ഒരു ഗ്രൂപ്പോ കാരോ ഒന്നും നോക്കിയിട്ടില്ല. പാവങ്ങളാണോ അവരെ കെട്ടിച്ചു വിടുന്നു, അവരൊക്കെ റാഹത്തുള്ള ജീവിതത്തിലാണ്. ഇപ്പോഴും മുസ്ലിമീങ്ങൾ തന്നെ പല ചിന്താഗതിക്കാരും ഉണ്ടാവും, പല അവസ്ഥകളുള്ളവരുണ്ടാവും. പക്ഷേ ഈ നേതൃത്വം ഞങ്ങളോട് എല്ലാവർക്കും പാവങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന ഈ നേതൃത്വം ഞങ്ങൾ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ 173 എല്ലാവരുമുണ്ട്, എല്ലാ എല്ലാവരുമുണ്ട്. അവരൊക്കെ ഒരുമിപ്പിച്ച് സന്തോഷത്തോടുകൂടെ, അതുകൊണ്ട് തന്നെ സഹായിച്ച എല്ലാ സഹോദരങ്ങളും അമുസ്ലിമീങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഈ സഹോദരങ്ങളെ സഹായിച്ച ഒരുപടി അമുസ്ലിമീങ്ങൾ, ദൈവം അവർക്കൊക്കെ ജീവിതം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്. ഇവിടെ തന്നെ എത്രയോ അകലെ നിന്ന്, കണ്ണൂരിൽ നിന്ന്, കാസർഗോഡിൽ നിന്ന് വന്ന ഉമ്മമാരുണ്ട്. അതുപോലെ തന്നെ ഈ മജ്ലിസിൽ കൂടാൻ വേണ്ടി ദുബൈയിലുള്ള ഒരു താത്ത, ഒരു സഹോദരി, ആ സഹോദരി വന്നിട്ട് ഇവിടെ വന്ന് നേരത്തെ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം ആ പുതിയ അവിടുന്ന് പുതുപ്പെണ്ണുങ്ങളായ പെൺകുട്ടികളെ കൂടെ പരിസരത്തുള്ള ഈ കാണുന്ന പല ആളുകളുടെയും കുടുംബസമേതം വന്ന് അവരെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ സഹോദരിമാരെ, നിങ്ങളോടൊക്കെ ഞങ്ങൾ പറഞ്ഞത്, ഷെയ്ഖുനെ കൊണ്ട്, റസൂലുള്ളാഹിന്റെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നല്ലോണം ദുആ ചെയ്യിപ്പിക്കും. അത് ഇവിടെ വെച്ച്, അവിടുത്തെ അരികിൽ വെച്ച് തന്നെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അകമൊടിഞ്ഞ് ഇവിടുന്ന് ദുആ ചെയ്യും. ആരെയും ഞങ്ങൾ ഇവിടെ പറയുന്നില്ല, ഖാലിഖായ റബ്ബിനറിയാം. കഴിവിൻ്റെ പരമാവധി ഒരു സഹോദരൻ്റെ അരികിൽ ചെന്നു. ഞാൻ ആ സഹോദരനോട് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ പണിക്ക് നിൽക്കുന്നത്? എന്നോട് ആ സഹോദരൻ കുറെ ചോദിച്ചു, എന്തോ തമാശക്ക് ചോദിച്ചു, എനിക്കറിയില്ല, നിങ്ങൾ എന്തിനാ? ഞാൻ ചോദിച്ചു, നിങ്ങളെ വല്ലാതെ സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കുട്ടിനെ കെട്ടിച്ചേരും വെച്ചു. നിങ്ങളൊരു കുട്ടിനെ അപ്പൊ എടുത്ത കളിയോട് ഞാൻ 5 കുട്ടിനെ കെട്ടിച്ചേരാം. ആ സഹോദരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവരൊന്നും പേര് പറയുന്നില്ല. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. കഴിവിന്റെ പരമാവധി നിരവധി ആളുകൾ 313 രൂപ നൽകിയിട്ട് ജോലിയില്ലാതെ 5-8 കൊല്ലം നടക്കുന്ന ഒരുത്തനാണ്. എനിക്ക് 5 പെങ്ങന്മാരുണ്ട്, ഇത് 5 ലക്ഷത്തിന് തുല്യാണ് എന്ന് പറഞ്ഞിട്ട് 313 റുപ്യ തന്നവരുണ്ട്, അല്ലാതെ 3 ലക്ഷം തന്നവരുണ്ട്, എല്ലാ നിലക്ക് സഹായിച്ചവരുണ്ട്. എല്ലാം ഖാലിഖായ റബ്ബിനറിയാം. നിങ്ങൾ സഹായിച്ചത്
അത് നിങ്ങളുടെ ഖബറ് നല്ല വെളിച്ചമാകാനാണ്. ഈ പാവങ്ങളുടെ ദുആ 173 കുടുംബങ്ങൾ, അവർ ഒരു പേരല്ല, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു മുൻപോ ഒരുപാട് കുടുംബങ്ങളാണ് സന്തോഷിക്കുന്നത് ഒറ്റ പെൺകുട്ടിയിലൂടെ. കഴിഞ്ഞ പ്രാവശ്യം ഈ വേദിയിൽ വെച്ച് ഉമ്മമാര് വന്ന് ഞങ്ങൾ പറഞ്ഞു പെൺവീട്ടിൽ നിന്ന് 25 പേര്, ആൺവീട്ടിൽ നിന്ന് 25 പേര്, വേറെ ആരും ഈ മജ്‌ലിസിലേക്ക് ഈ ക്യാമ്പസിലേക്ക് വരരുത് എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് തള്ള ഉമ്മമാരെ അങ്ങോട്ട് വന്ന് പറഞ്ഞത് എന്താ അറിയോ? ഞങ്ങൾക്ക് ചായ വേണ്ട, ഞങ്ങൾക്ക് പച്ചവെള്ളം വേണ്ട, ശൈഖുന ഈ പാവങ്ങളുടെ നിക്കാഹിന് തുടക്കം കുറിക്കുമ്പോൾ, ഞങ്ങളെ മോളെ നിക്കാഹിന് തുടക്കം കുറിക്കുമ്പോൾ ഞങ്ങളത് വിട്ടു വന്നിരുന്ന് കാണട്ടെ വെച്ചു, ഞങ്ങൾക്ക് പച്ചവെള്ളം തരണ്ട. അപ്പം ഞങ്ങൾ പറഞ്ഞു എല്ലാവരും വന്നോളിന്നാണ്. 25,000 പേർക്ക് കഴിഞ്ഞ കൊല്ലം ഭക്ഷണം കൊടുത്തു. ഇന്ന് 15,000-ലേറെ ഉമ്മമാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആരെയും കാണുമ്പോൾ കർശനമായി ഞങ്ങൾ അവരോട് പറഞ്ഞു, റസൂലുള്ള പൊരുത്തപ്പെട്ട വിധത്തിലായിരിക്കണം, എല്ലാവർക്കും വരായി. പുരുഷന്മാർ ഒരുമിച്ച് കൂടുന്ന ഇതിനേക്കാളും വലിയ പന്തല് ഇതിന്റെ ബാക്കിൽ സ്ത്രീകൾക്കായി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് അച്ചടക്കത്തിൽ ഇന്നലെ വഴതിൽ വെച്ച് ഈ നാട്ടിലെ മുഴുവൻ ഉമ്മപെങ്ങന്മാരോടും പറഞ്ഞിട്ടുണ്ട്, ഉസ്താദും ഷെയ്ഖുനയും മറ്റു ഉസ്താദുമാരും സാദാത്തുക്കളൊക്കെ വരുമ്പോ നിങ്ങളെങ്ങാനും ഒരു അതപകേടായി വല്ലതും സംസാരിച്ച ഉമ്മമാരെ പൊരുത്തക്കേടാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. 15,000-ലേറെ ഉമ്മപെങ്ങന്മാരിവിടെ വന്നിട്ടുണ്ട്. 15,000-ലേറെ ഭക്ഷണപ്പൊതി അവർക്ക് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ അവരെല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ഉമ്മമാരെ, നിങ്ങൾ ഞങ്ങളുടെ അരികിലേക്ക് സ്വർണം തന്നില്ലേ, മാല തന്നില്ലേ, കമ്മല് തന്നില്ലേ, വള തന്നില്ലേ, അല്ല നിങ്ങളെ കൊടുക്കൂല. അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഈ പാവങ്ങളെ കണ്ണീരൊപ്പുന്ന നിങ്ങളെ അള്ളാഹു സഹായിക്കും. സഹായിച്ച എല്ലാ മുഅ്മിനീങ്ങളെയും അല്ല കുടിക്കില്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ശൈഖുന നമ്മോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ച് ഈ മജ്‌ലിസിൽ എല്ലാവരും മജ്‌ലിസ് അലങ്കോലാവരുതെന്ന് കരുതിയിട്ട് ഈ സ്റ്റേജും വന്നൊരു പിരിവോ കാര്യോ ഒന്നുമില്ല. അത് ശൈഖുനെ കൊണ്ട് മറ്റും ബുദ്ധിമുട്ടിക്കാനും പാടില്ല. അപ്പൊ ഇവിടെ ഒന്നൊരു പിരിവൊന്നും നടക്കുന്നില്ല. നിങ്ങളുടെ മക്കള് അൽഹംദുലില്ലാഹ് അങ്ങകലെ കൊല്ലം ജില്ലയിൽ നിന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഹൈദർ ഉസ്താദ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ നിങ്ങളുടെ അരികിലേക്കൊക്കെ ഒരു 10 മുത്തഅല്ലിമീങ്ങള് ബക്കറ്റായിട്ട് വരുന്നുണ്ട്. 173 കുട്ടികളെ കെട്ടിക്കാനല്ലേ, കോടികൾ വേണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയല്ലോ. 5 പവനും 25,000 അത് ഉസ്താദിനോട് ചോദിച്ച് കഴിഞ്ഞ 2 കല്യാണം ശൈഖുന അങ്ങനെ പറഞ്ഞു, ഞങ്ങളത് ചെയ്തു. ഈ 25,000 റുപ്യ എന്തിനാ? ഒരു സ്ത്രീധനല്ല. ഈ പെൺകുട്ടികളുടെ വീട്ടില് അവർക്ക് പുതിയാപ്പിള വരുമ്പോൾ റൂമോ അങ്ങനത്തെ പാടികളിലാണ്. പത്രപ്രവർത്തകർക്കൊക്കെ അള്ള ബർക്കത്ത് കൊടുക്കട്ടെ. അവരോട് ഒന്ന് പറയാ, ഈ പാടികളുണ്ടല്ലോ, ചായത്തോട്ടത്തിലുള്ള പാടികൾ, ഒരു ലൈന്, അതിലൊരു പുതിയാപ്പിള വരുമ്പോൾ അവർക്ക് റൂമൊക്കെ വേണ്ടേ? അപ്പോൾ ചെറിയ റൂം, ഒരു ബാത്റൂം, ഒരു കട്ടിലൊക്കെ നമ്മളുണ്ടല്ലോ, അങ്ങനെയൊക്കെ ജീവിക്കില്ലേ? അപ്പോൾ അവർക്കൊരു ചെറിയ കട്ടിലൊക്കെ ഇട്ട് പാവങ്ങളും ജീവിക്കട്ടെ. അപ്പോൾ ആ ഒരു സൗകര്യത്തിന് വേണ്ടി 25,000 രൂപയും 5 പവനും അങ്ങ് കൊടുക്കുകയാണ്. പ്രയാസമൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് മുത്തഅല്ലിമീങ്ങൾ ബക്കറ്റായിട്ട് വരും. അങ്ങനെ തന്നെയാണ് ഇവിടെ പാവങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കൂടി അങ്ങൾക്കൊക്കെ ഒരു 1000 റുപ്യ കൊടുക്കാൻ പറ്റുമെങ്കിൽ 1,000 റുപ്യ കൊടുക്കുക. എല്ലാവരും സഹായിച്ചവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും മറക്കൂല. നിങ്ങൾക്ക് വേണ്ടി ഖൽബ് നൊന്ത് ഈ പാവങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ലോണം ദുആ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ആവർത്തിച്ചും കൂടെ പറയാ. ഇൻഷാ അല്ലാഹ് ശൈഖുന നിങ്ങളോട് ദുആ ചെയ്യും. അപ്പോൾ എല്ലാവരുടെ അരികിലും മുത്തഅല്ലിമീങ്ങൾ ബക്കറ്റായിട്ട് വരും. ഉമ്മമാരുടെ അരികിൽ ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികൾ ബക്കറ്റായിട്ട് വരും. 100 ചില്ലാനം പെൺമക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒരു 500 ആണോ 1000 ആണോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അല്ല, ഒരു 50 റുപ്യ ഉണ്ട്, വെറും ഒരു 50 അത് നിങ്ങൾ കൊടുത്താലും സന്തോഷമാണ്. അതൊക്കെ ഒരു പലതുള്ളി പെരുവെള്ളം. അങ്ങനെ ഇതൊക്കെ റാഹത്താകും. അതൊക്കെ ഇവിടുന്ന് പറഞ്ഞു. അതുപോലൊക്കെ റാഹത്തിലാണ്. ഞാനിത് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ ഒരു വിഷമം കാര്യമൊന്നും ഉണ്ടായിട്ട് പറയല്ല. അതേ സ്ഥാനത്ത് ഒരു സഹായം, നല്ല ദുആ ഈ മുത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അല്ലാഹു തആല എല്ലാം കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് എല്ലാം സന്തോഷത്തിലാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി
وصحبه أجمعين. أما بعد، فقد قال تعالى: ومن آياته أن خلق لكم أزواجا وجعل بينكم المودة والرحمة. صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين والشاكرين، والحمد لله رب العالمين. الساعي على الأرملة كالقائم في الليل والصائم في النهار. صدق رسول الله صلى الله عليه وسلم. ബഹുമാന്യരായ സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ധാരാളം ആളുകൾ വെയിൽ കൊള്ളുകയാണ്. അതിന് സ്ഥലം ഒരുക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയില്ല. നിക്കാഹുകൾ നടത്താൻ സമയം വളരെയധികം വേണം. അതുകൊണ്ട് ഇനി ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. പറയാനുള്ള കാര്യങ്ങളെല്ലാം പ്രാസംഗികന്മാർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അബ്ദുസ്സലാം മുസ്ലിയാർ നിങ്ങളോട് പറഞ്ഞ വിഷയം വളരെ ഗൗരവത്തിൽ നിങ്ങൾ കണക്കിലെടുക്കുക. വിഷമം ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തികഞ്ഞുപോയി എന്നല്ലല്ലോ. ഈ സ്വർണവും കാശും കൊടുക്കുന്നതിന് പുറമെ 10-50,000-ഓളം ആളുകൾക്ക്, അല്ലെങ്കിൽ അതിലധികം ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാനും പന്തൽ റെഡിയാക്കാനും എല്ലാം കാശ് വേണം. അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യമാണ്. നിങ്ങൾ സ്റ്റേജിലേക്ക് നോക്കൂ. എത്ര വലിയ വലിയ സയ്യിദന്മാർ, ധാരാളം സയ്യിദന്മാർ, വലിയ പ്രഗത്ഭരായ ആലിമീങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ ഈ പരിപാടിക്ക് എത്തിയത് ഇത് ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യമാണ് എന്ന് വ്യക്തമായ തെളിവ് തരാൻ തന്നെയാണ്. ഇത് വ്യക്തമായ ഒരു കാര്യമല്ലെങ്കിൽ ഇത്രയും വലിയ ആലിമീങ്ങള്, സയ്യിദന്മാര് വളരെ ദൂരസ്ഥലത്ത് നിന്ന് ഇവിടെ എത്തുകയില്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഭർത്താവില്ലാത്ത സ്ത്രീകളെ ഭർത്താവുണ്ടാക്കി കൊടുത്തുകൊണ്ടോ മറ്റ് ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടോ വസ്ത്രങ്ങൾ നൽകിക്കൊണ്ടോ സഹായിക്കുന്നവർ അസ്സാഇ അൽ അർബിലത്തി. മുഹദ്ദിസുകൾ, ശുറാഹികൾ വിവരിച്ചതായി കാണാം. അൽ അർമിലത്തു തസ്മലു മൻ മാതത് സൗജുഹാ
വമല്ലം തുതസവ്വജ്, ഭർത്താക്കന്മാര് മരിച്ചുപോയവരും തീരെ വിവാഹം കഴിക്കപ്പെടാത്തവരും അർമിലത്ത് എന്ന് പറയുന്നത് ഉൾപ്പെടും. ഈ അർമിലത്തിനെ സഹായിക്കുന്നവർക്ക് രാത്രി മുഴുവനും തഹജ്ജുദ് നിസ്കരിക്കുകയും പകൽ മുഴുവനും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്റെ പ്രതിഫലമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, കൽ ഗാസി ഫീ സബീലില്ലാഹ്, ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവനെ പോലെ, അള്ളാഹിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവൻ ആരാണോ അവന്റെ പ്രതിഫലമാണ് ഈ ഭർത്താക്കളില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവന്റെ പ്രതിഫലമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്ന മതസൗഹാർദ്ദവും മതമൈത്രിയും മതസഹിഷ്ണുതയും ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഞാനിപ്പോൾ വരുന്നത് വയനാട്ടിൽ ഒരു എസ്റ്റേറ്റ് പൂട്ടിക്കിടക്കുന്നു. മാസങ്ങളോളമായി അവിടുത്തെ തൊഴിലാളികൾ ജോലിയില്ലാതെ പട്ടിണി കിടക്കുകയാണ്. അവർക്ക് കിറ്റ് വിതരണം നടത്തി. അരിയും പഞ്ചസാരയും ചായപ്പൊടിയും താൽക്കാലികമായി ഏതാനും ദിവസത്തേക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ ഉൾക്കൊള്ളുന്ന കിറ്റ് വിതരണം ചെയ്തു. അവിടെ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, എല്ലാമുണ്ട്. യാതൊരു വ്യത്യാസവും കൂടാതെ ആ തൊഴിലാളികൾക്ക് കിറ്റ് വിതരണം ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുന്നത്, മേപ്പാടിയിൽ. അപ്പോ SYSന്റെയും അവിടുത്തെ SYSന്റെയും SSFന്റെയും ആഭിമുഖ്യത്തിലുള്ള പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചതാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം മുസ്ലിയാർ ഇതിന് മുന്നിട്ടിറങ്ങി. അപ്പോൾ ഇവിടെയുള്ള SYSന്റെയും SSFന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും എല്ലാ പ്രവർത്തകരും സഹകരിച്ചു കൊടുത്തു. എല്ലാവരും സഹായിച്ചു. എല്ലാവർക്കും ഇതിൽ വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാം ദുആ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ പ്രശംസിക്കാനുള്ള മറ്റൊരു കൂട്ടരുണ്ട് ഇവിടെ. ഈ പെണ്ണ് കെട്ടുന്ന ഭർത്താക്കന്മാർ ഈ ചെറിയൊരാഭരണം അത് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് കണ്ടിട്ട് ഞങ്ങൾക്കതൊന്നും പോരാ, ഞങ്ങൾ വലിയ സ്വർണം കിട്ടുന്ന പെണ്ണ് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറയാതെ ഈ ചെറിയ വിവാഹം ചെയ്തു കൊടുക്കാൻ അതിലേക്ക് സന്നദ്ധരായ ഭർത്താക്കന്മാരെയും ഞാൻ പ്രത്യേകമായി പ്രശംസിക്കുകയാണ്. അല്ലെങ്കിൽ അധികാളെ കിട്ടൂല. അധികാൾക്ക് വല്ല ദുന്യാവില് ലായംലോ ജൗഫബനി ആദമ ഇല്ല തുറാബ്. മനുഷ്യന് ദുന്യാവ് ഇങ്ങനെ എത്ര കിട്ടിയാലും വയറ് നിറയൂല, മരിക്കുന്നത് വരെ ഇങ്ങനെ അപ്പൊ അത് വേണം ഇത് വേണമെന്നിങ്ങനെ തോന്നുന്ന സ്വഭാവമാണ് മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് 173 ഭർത്താക്കന്മാർ ഈ പാവപ്പെട്ട പെൺകുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറായതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അള്ളാഹു അവർക്ക് ഗുണം നൽകുമാറാകട്ടെ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും അസ്വാജ. അള്ളാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചു, അസ്വാജൻ ഇണകളായിട്ട് സൃഷ്ടിച്ചു.
ആണ് പെണ്ണ് ഇങ്ങനെ രണ്ട് ഇണകളാകുന്ന വിധത്തിൽ അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ ഇണകളാക്കി തരികയും ചെയ്തു. എന്നിട്ട് വജഅല ബൈനകും അൽ മവദ്ദത വറഹ്മത, സ്നേഹവും സന്തോഷവും പ്രിയവും ഈ ഭാര്യ ഭർത്താക്കളുടെ ഇടയിൽ അല്ലാഹു തആല ഇട്ടുകൊടുത്തു. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും കാണലും ഒരുമിച്ച് കൂടലും ഹറാമായ നിഷിദ്ധമായ ഈ രണ്ട് ആൾ വിവാഹം കഴിക്കുന്നതോടുകൂടി അവരുടെ ഇടയിൽ സ്നേഹമായി, അവരുടെ ഇടയിൽ ബന്ധമായി, അവർക്ക് അനുവദനീയമായി അങ്ങനെയുള്ളൊരു ഇണ ആക്കി തീർക്കുന്നത് അല്ലാഹു ചെയ്ത അനുഗ്രഹമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ബന്ധം നിലനിൽക്കാനാണ് ഇസ്ലാം വിവാഹം നടത്തിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. മൃഗങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? ഉമ്മനെ തന്നെ വ്യഭിചരിക്കുന്ന മക്കളാണ് മൃഗത്തിലുണ്ടാവുക. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ വിവാഹത്തോടുകൂടി കുടുംബ ബന്ധമുണ്ടായി. ആ ബന്ധത്തിലൂടെ ഉമ്മ ബാപ്പ എന്ന സ്ഥാനമുണ്ടായി. മക്കളോടുള്ള സ്നേഹം, എത്രയോ വലിയ വാത്സല്യം അല്ലാഹു തആല മാതാപിതാക്കളെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തു. എൻ്റെ മക്കൾക്ക് വീടുണ്ടാക്കണം, എൻ്റെ മക്കളെ പഠിപ്പിക്കണം, എൻ്റെ മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് എൻ്റെ മക്കൾ എന്ന ഒരു പ്രിയം മാതാപിതാക്കളുടെ ഇടയിലും അല്ലാഹു തആല ഇട്ടുകൊടുത്ത് അങ്ങനെ ആ സ്നേഹവും ബന്ധവും നിലനിൽക്കുന്ന കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്ലാം വിവാഹം നിശ്ചയിച്ചത്. രണ്ടാമത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന്റെ ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്തബിഈങ്ങൾ, അവിടുത്തെ മുഹിബ്ബീങ്ങൾ, അവിടുത്തെ പ്രിയം വെക്കുന്ന ആളുകൾ ഇവിടെ വർദ്ധിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളും ഈ നിക്കാഹ് കൊണ്ട് സാധിപ്പിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ-റഹീമായ അല്ലാഹ് ഇതിന് സംഭാവന നൽകിയ, സഹായിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാഹ്. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന ആളുകളൊക്കെ ആമീൻ പറയണം ദ്വാരക്കണ സമയത്ത്. ഇത് വലിയൊരു നേട്ടമാണ്, വലിയൊരു സദസ്സാണ്. എത്രയോ ഔലിയാക്കള്, എത്രയോ മുഅ്മിനീങ്ങള്, ആലിമീങ്ങള്, സയ്യിദന്മാർ ഒരുമിച്ച് കൂടിയ വലിയൊരു മജ്‌ലിസാണ് എന്ന് കരുതി അങ്ങ് ദൂരെ നിൽക്കുന്നവരും എല്ലാം ഈ ദുആയിൽ പങ്കെടുത്ത് ആമീൻ പറയണം. ഇനിയും നിങ്ങൾ ദ്വാരക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഇത്രയും അധികം സ്ത്രീ പുരുഷന്മാരെ വിവാഹം ചെയ്ത് ഇണയാക്കി കൊടുക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച അബ്ദുസ്സലാം മുസ്ലിയാർ, അദ്ദേഹത്തിന് നീ പ്രത്യേകമായി ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അദ്ദേഹത്തിന് ഇനിയും നല്ല നെഞ്ഞൂക്ക്, ശക്തി, മനസ്ഥൈര്യം വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. അതിനോട് സഹകരിച്ചിട്ടുള്ള മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ധനം കൊണ്ടും എല്ലാവിധത്തിലും സഹായിച്ചിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ വലിയ മഗ്ഫിറത്ത് നൽകി ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ. എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും എല്ലാ ആളുകൾക്കും പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. റഹ്മാനേ, പെട്ടെന്ന് ക്യാൻസർ രോഗം വന്നാൽ, കിഡ്നി രോഗം വന്നാൽ, ഹാർട്ട് രോഗം വന്നാൽ എത്രയോ വലിയ സംഖ്യ പെട്ടെന്ന് ചെലവായി പോവുകയാണല്ലോ. അങ്ങനെയുള്ള ഒരു രോഗങ്ങളും ഈ സഹായിക്കുന്ന ആർക്കും നീ നൽകല്ലേ അല്ലാഹ്. അവർ ഈ കൊടുത്ത കാശ് കൊണ്ട് അവരുടെ ശരീരത്തിന് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട് രോഗം, അതുപോലെ ട്യൂമർ തുടങ്ങി വലിയ വലിയ രോഗങ്ങൾ വർദ്ധിച്ച കാലഘട്ടമാണ്. അർഹമുർ-റഹീമായ അല്ലാഹ്, ആ രോഗങ്ങൾ തൊട്ട്
ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണം അല്ലാ. ഞങ്ങളെ ആലിമീങ്ങളിൽ പലരും ചെറിയ ചെറിയ അസുഖങ്ങളുള്ളവരുണ്ട്. അവർക്ക് മുഴുവനും നീ ശിഫ കൊടുക്കണം അല്ലാ. പൂർണ്ണ ശിഫയും ദീർഘ ആയുസ്സും നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് ഞങ്ങളോട് വിട്ടുപിരിഞ്ഞു പോയ സയ്യിദ് യൂസുഫുൽ ജിലാനി തങ്ങളടക്കം അവരെ എല്ലാവരെയും അവർക്കെല്ലാം നീ വലിയ ദർജ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുൽ അസാത്തീദ് ബഹറുൽ ഉലൂം അവർക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ സയ്യിദന്മാർക്കും അവേലത്ത് തങ്ങൾ, ഫളല് തങ്ങൾ, ജബലുല്ലയിൽ തങ്ങൾ, സയ്യിദ് ശഹാബ് തങ്ങൾ തുടങ്ങി സയ്യിദന്മാർ ധാരാളം ആളുകൾ, വലിയ ആലിമീങ്ങൾ, സി ഉസ്താദ് തുടങ്ങിയുള്ള ആലിമീങ്ങൾ, ഹണ്ടോട ഉസ്താദ്, അങ്ങനെയുള്ള ഉസ്താദുമാർ എല്ലാം ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇസ്മായിൽ ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, ഇമ്മിച്ചാലി ഉസ്താദ് തുടങ്ങി മർക്കത്തിലെ ഉസ്താദുമാരും അങ്ങനെ ഞങ്ങളെല്ലാവരുടെയും ഉസ്താദുമാർ പലരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ദീനീ ഉലൂമുകൾ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഇനിയും ഒരുപാട് കാലം ആയുസ്സിനെ നീ നീട്ടിത്തരണം റഹ്മാനെ. നീ നീട്ടിത്തരണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങളെ നീ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഹുസൈൻ മുസ്ലിയാർ ഇവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഹമ്മദ് ദാരിമി, അള്ളാഹുവെ നീ അദ്ദേഹത്തിന് ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ പിതാവ് വലിയ ശൈഖായിരുന്നു, ആ ശൈഖിനും അതുപോലെ അവിടുത്തെ സഹോദരന്മാർക്കും എല്ലാം നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് നീ ശക്തി പകരണേ. ഇവിടുത്തെ SYS-ൻ്റെയും SSF-ൻ്റെയും മുസ്ലിം ജമാഅത്തിൻ്റെയും എല്ലാ പ്രവർത്തകർക്കും നീ കൂടുതൽ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് ചെയ്യണേ അല്ലാ. പാണന്തര മർക്കത്ത്, ഈ മർക്കത്തിനെ നിങ്ങളാരും മറക്കരുതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഓർത്തുന്നു. റഹ്മാനായ റബ്ബേ, ഈ സ്ഥാപനം വളർത്തിത്തരണേ അല്ലാ. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ പ്രവർത്തിച്ചിരുന്ന പലരും മരിച്ചു പോയിട്ടുണ്ട്. സിദ്ദീഖ് മൗലവിയെ പോലെയുള്ള അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാവർക്കും നീ ഖൈറ് ചെയ്യണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളിന്ന് നടത്തിക്കൊടുക്കുന്ന നിക്കാഹിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ല സന്തോഷം കൊടുക്കണേ അല്ലാ. അവർക്ക് നീ നല്ല സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. നല്ല ജീവിതം നൽകണേ അല്ലാ. അർഹമുർ-റഹീമായ റബ്ബേ, അതുകൊണ്ട് ദീനിന് ഉപകാരമുള്ളവരാക്കണേ അല്ലാ. അവരിൽ നിന്ന് ജനിക്കുന്ന മക്കളെയും സുന്നത്ത് ജമാഅത്തിന് ദീനിന് ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാ. اللهم بارك لنا ولجميع الأزواج والأحباب يا أرحم الراحمين. بارك الله لكم أيها الأزواج، بارك الله لكم وجمع بينكم في خير ولطف وعافية. اللهم يسر عسيرنا وعسير جميع المؤمنين والمؤمنات يا أرحم الراحمين. اللهم يسر عسيرنا وعسير من أعاننا وعسير من أحبنا وعسير من أوصانا بالدعاء يا رب العالمين. اللهم اشفنا واشف مرضانا، اللهم اشفنا واشف علماءنا واشف علماءنا واشف سائر مرضانا يا شافي المرضى. اللهم طول حياتنا مع العلم والتقوى والعافية والسلامة برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. തമിഴ്നാട്ടിലിപ്പോൾ ഭരണത്തിന് ചൊല്ലി തർക്കത്തിലാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ള നല്ല ഭരണം അള്ളാഹു തആല ആക്കി തരട്ടെ. ആരാണ് നല്ല മുഖ്യമന്ത്രി എന്ന് നമുക്കറിയില്ല, നമ്മൾ പാർട്ടിയുമില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഈ തമിഴ്നാട് ഭരിക്കാൻ പറ്റിയ
മുഖ്യമന്ത്രിയെ അള്ളാഹു തആല ആക്കി തരട്ടെ. നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അതാര് ഭരിച്ചാലും നമുക്ക് സഹായം കിട്ടും. എന്തായാലും ശരി, അൽഹംദുലില്ലാഹ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതിന് സഹകരിച്ചവർക്കും ഇതിനു വേണ്ടി ഒത്താശ ചെയ്തവർക്കൊക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അത് പിന്നെ ആര് ഭരിച്ചാലും നമുക്ക് കിട്ടും. നമ്മളൊരാക്രമവും ചെയ്യാത്ത നല്ല കാര്യങ്ങളല്ലേ ചെയ്ത്, അതുകൊണ്ട് എല്ലാവരും സഹായം കിട്ടും. ഏതായാലും തമിഴ്നാട്ടിന് വേണ്ടിയിട്ട് ഇത് ആരക്കണം, തമിഴ്നാട് അല്ലേ? എൻ്റെ മുഖ്യമന്ത്രി നല്ലായിരിക്കതാ அந்த மாதிரி முக்கியமந்திரி வரவாங்க. யாருன்னு சொல்ல முடியாது, யாருன்னு நமக்கு சொல்ல முடியாது. யாரு நல்லது இருக்குதா അവർ വരട്ടെ, അതുക്കാக ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട ദേവർശോല ഉസ്താദിൻ്റെ ഉസ്താദ് ശൈഖുന പൊന്മള ഉസ്താദ് നൽകിയ ഒരു മെസ്സേജ് ഈ സന്തോഷ ജീവിതത്തിലേക്ക് പദമൂന്നുന്ന പുതുമണവാളനും മണവാട്ടിക്കും അതിനെ ആശീർവദിക്കാൻ വന്ന മുഴുവൻ ആളുകളുടെയും മുന്നിൽ സന്തോഷത്തോടെ ആദരവോടെ ആ മെസ്സേജ് വായിക്കുന്നു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, 350ഓളം കുടുംബങ്ങൾക്ക് സന്തോഷം പകർന്നുകൊണ്ട് രാജ്യത്ത് തന്നെ തുല്യതയില്ലാത്ത ഒരു കാരുണ്യ പ്രവർത്തനത്തിന് സാക്ഷിയാകുന്ന പാടന്തറ മർക്കസിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾക്കെല്ലാവർക്കും ഈ സമൂഹ വിവാഹ സംരംഭത്തിനും ഹൃദയം നിറഞ്ഞ എല്ലാ വിജയാശംസകളും നേരുന്നു. നീലഗിരി ജില്ലാ SYSന്റെ പ്രസിഡന്റും പ്രമുഖ പണ്ഡിതനും വാഗ്മിയും എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും കൂടിയായ ദേവർശോല അബ്ദുസ്സലാം മുസ്ലിയാർക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും സഹകാരികൾക്കും സഹായികൾക്കും വിശിഷ്യ പ്രാസ്ഥാനിക സംഘടനാ നേതാക്കൾക്കും പ്രവർത്തകർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, ആമീൻ. നേരിൽ സംബന്ധിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും സലാം മുസ്ലിയാർക്ക് വാക്ക് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ചില തടസ്സങ്ങൾ കാരണം എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ നിങ്ങൾക്കൊപ്പം പാടന്തറ മർക്കസിലെ സമൂഹ വിവാഹ സദസ്സിലാണുള്ളത്. അള്ളാഹു കബൂൽ ചെയ്ത് പ്രതിഫലം നൽകുമാറാകട്ടെ, ആമീൻ എന്ന് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും സമസ്ത കേരള ജമിയത്തുല്ലമയുടെയും കാര്യദർശിമാരിൽ പ്രമുഖരായ പണ്ഡിത ശ്രേഷ്ഠൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ മഹത്തായ കർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ SYS നമ്മുടെ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളുടെ അധ്യായങ്ങളിൽ 1000 വീടുകൾ, RCCയിലെ ക്യാൻസർ രോഗികൾക്ക് 9 കോടി രൂപയ്ക്ക് ഫ്രീയായി അക്കോമഡേഷനും അവരുടെ സഹായത്തിനും വേണ്ടിയുള്ള കേന്ദ്രം, ഇങ്ങനെ തുടങ്ങി വലിയ അധ്യായങ്ങളും കഴിഞ്ഞ മാസം സാന്ത്വന വാരത്തിലൂടെ 10,000ങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞ സ്നേഹപ്രവർത്തനങ്ങളുമൊക്കെ കാഴ്ചവെക്കുന്ന കൂട്ടത്തിലാണ് അതുല്യമായ ഈ സമൂഹ വിവാഹ സദസ്സും നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ വിശിഷ്യ ദേവർശോല അബ്ദുസ്സലാം മുസ്ലിയാരുടെയും പാടന്തറ മർക്കസിൻ്റെയും ഒക്കെ സഹകരണത്തോടെ നേതൃത്വത്തോടെ SYS കാഴ്ചവെക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SSFൻ്റെയും എല്ലാ പ്രവർത്തകരുടെയും വകയായി സമർപ്പിക്കുന്ന ഈ സൽപ്രവർത്തനത്തിന് നിങ്ങളെല്ലാവരും പങ്കാളിയായതിൽ പ്രത്യേകം സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന നിലക്ക് നന്ദി ഓർമ്മപ്പെടുത്തുകയും ഇനിയും തുടർന്നുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ കൂടെയുണ്ടാകണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് വളരെ സ്നേഹത്തോടെ ഹസൻ ബാക്കവി, അതുപോലെ ഹിക്കമിയയുടെ മാനേജർ തുടങ്ങിയ പ്രതിനിധികളെ ഉസ്താദ് ഇങ്ങോട്ട് പറഞ്ഞയക്കുകയും നേരിൽ എത്തിക്കുകയും ചെയ്ത മെസ്സേജാണ് ഇവിടെ വായിച്ചത് എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله الذي أبدع بباهر قدرته ما صنع ورصع بجواهر حكمته ما اخترع فتبارك الله أحسن الخالقين. أحمده سبحانه وتعالى وأشكره وأتوب إليه وأستغفره وأسأله التوفيق لإقامة شعائر الدين. اللهم صل على سيدنا محمد وعلى آله وصحبه وجميع التابعين. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله.
ألا وإن النكاح سنة قديمة وطريقة مرضية قويمة، وكيف لا وهو كما ورد نصف الدين. وقد تزوجت الرسل أولو النفوس الزكية بشهادة ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية، وتولاه بنفسه لبعضهم رب العالمين، وذلك أنه خلق آدم وأسكنه حظيرة قدسه وجعل له زوجا من أبناء جنسه لتمام ملاطفته وأنسه، فمال إليها فقيل له مه يا أبا المرسلين، فقال لما وقد خلقها لي مدير الأفلاك، فقيل حتى تؤدي مهرها، فقال وما ذاك، فقيل أن تصلي على محمد صلى الله عليه وسلم 120. ففعل، فخطب الأمين جبريل وزوجه الملك الجليل، وكان الشاهد ميكائيل وإسرافيل مع جماعة من الملائكة المقربين، وصار ذلك معمولا في ذريته إلى أن وصل إلى سيد الخلق وأمته، وذلك لحكمة تناسل البنات والبنين. وقد حث عليه ربنا في كتابه فقال مخاطبا لصفوته وأحبابه وأنكحوا الأيام منكم والصالحين. وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ورغب فيه حضرة المصطفى الأكرم صلى الله عليه وسلم فقال تناكحوا تناسلوا فإني مباهم بكم الأمم يوم القيامة وهو يوم الدين. وقال صلوات الله عليه وسلامه ورضاه اتقوا الله بالضعيفين النساء والرقيق فإنكم أخذتموهن بأمانة الله واستحللتم فروجهن بكلمة الله. جعلنا الله وإياكم من تبع شريعة سيد المرسلين. صلوا وسلموا على سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليهم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. زوجتك وأنكحتك بنتي سنينة بهذا المهر من الذهب. قبلت منك نكاحها وتزويجها بهذا المهر المذكور فرضيت به. എൻ്റെ സുനൈന എന്ന മകളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു ഇണയാക്കി കൂട്ടിത്തന്നു. നിങ്ങളുടെ സുനൈന എന്ന മകളെ ഈ മഹറിന് പകരം നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്ത് ഇണയാക്കി കൂട്ടിത്തന്നതിന്
ദാൽ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറആഹ് മത്തഅന അല്ലാഹു ഹാദിഹിൽ ഉമ്മ ബിതമാമി സ്വഹതിഹി വതമാമി ആഫിയതിഹി. മഹാനവറുകളുടെ നേതൃത്വത്തിലായി SYS എന്ന ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം അൽഹംദുലില്ലാഹ് അതിൻ്റെ കീഴിൽ ഈ സ്ഥാപനത്തിൽ അൽഹംദുലില്ലാഹ് പാവങ്ങളുടെ വേദനകളും കഷ്ടപ്പാടുകളും നേരിട്ടറിഞ്ഞ ഡോക്ടർ അബ്ദുസ്സലാം മുസ്ലിയാർ 173 കുട്ടികൾക്കാണ് 173 വധുവരന്മാർ അഥവാ 346 കുടുംബത്തിനാണ് ഇവിടെ ആശ്വാസം നൽകിയത്. ഓരോ കുടുംബത്തിനും 10ഉം 50ഉം 100ഉം ആളുകൾ ഈ വിഷയത്തിൽ വേദനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമായിരുന്നില്ലേ? എത്ര നാളുകൾ, എത്ര വർഷങ്ങൾ ഞങ്ങൾക്കെന്താണ് ഒരു സ്വന്തം സാക്ഷാത്കാരമായ ജീവിതം, ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണൊരു മോചനം, ഞങ്ങൾക്ക് എന്താണ് രക്ഷ എന്ന് കാത്തിരിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട ഡോക്ടർ അബ്ദുസ്സലാം മുസ്ലിയാരുടെ സ്നേഹവർഷത്തിന്റെ ആ അനുഗ്രഹീത കരങ്ങൾ അവിടെ എത്തുന്നതും അവരെ ആശ്വസിപ്പിക്കാൻ പലരും സമീപിച്ച സമയത്ത് നാനാ ദിക്കുകളിൽ നിന്നുള്ള വിശാല മനസ്കരായ ധാരാളം മനുഷ്യ മനസ്സുകളോട് കൂറും സ്നേഹവുമുള്ള പാവപ്പെട്ടവരുടെ സഹകരണം വന്നപ്പോൾ അൽഹംദുലില്ലാഹ് ഇത് വലിയൊരു ആശ്വാസമായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ എത്ര കുടുംബങ്ങളുടെ മനസ്സാണ് ആശ്വസിപ്പിച്ചത്, എത്ര വീടുകൾക്കാണ് സമാധാനം നൽകിയത്. ഈ 173 പെൺകുട്ടികളുടെ സഹോദരങ്ങള് സഹോദരിമാര് അവർക്കൊക്കെ വിവാഹാന്വേഷണങ്ങൾ വരുമ്പോൾ താത്ത വിവാഹം കഴിക്കാതെ അനുജത്തെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും, പെങ്ങളെ കെട്ടിക്കാതെ എങ്ങനെ ആകളെ കല്യാണം കഴിക്കാൻ പറ്റും? അങ്ങനെ എത്ര കുടുംബങ്ങളാണ് കണ്ണുനീരും കുടിച്ചിറക്കിക്കൊണ്ട് അതാ സഹിച്ച് വേദനിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സന്തോഷമില്ലേ? ഇവിടെ വിവാഹിതരായ ആയിരങ്ങളില്ലേ? അവരുടെ ജീവിതത്തിൽ ഒരു ദിവസം ഭാര്യയെ കാണാതിരുന്നാൽ, ഭാര്യക്കൊന്ന് ഫോൺ വിളിക്കാതിരുന്നാൽ, അല്പസമയം സംസാരിക്കാതിരുന്നാൽ അവരുടെ മനസ്സിന് സന്തോഷമില്ല, സമാധാനമില്ല. എന്നാൽ എനിക്കും നിങ്ങൾക്കുമുള്ള വികാരങ്ങളും പ്രസാദങ്ങളും വിഷാദങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും വിചാരങ്ങളും സ്നേഹങ്ങളും വെറുപ്പുകളും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുമുണ്ട്. ആ പച്ചക്കരളുള്ള ഏതെങ്കിലും ഒരു ഹൃദയത്തിന് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ വല്ലതും ചെയ്തെങ്കിൽ മാഷാ അല്ലാഹ് ഇതോളം വലുതായി മറ്റൊന്നുമില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്രമം ഏതെന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തങ്ങളായ മറുപടികളാണ് പറഞ്ഞത്. ചിലരോട് പറഞ്ഞു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ചിലരോട് പറഞ്ഞു ഇത്വാബുത്താബ്, വിശുദ്ധ അവശരായവർക്ക് ഭക്ഷണം നൽകുക. മറ്റു ചിലരോട് പറഞ്ഞു ഇഹാദത്തുൽ മരീദ്, രോഗികളെ ശുശ്രൂഷിക്കുക. മറ്റു ചിലരോട് പറഞ്ഞു അൽ ജിഹാദ്. അങ്ങനെ പല മറുപടികളും പറഞ്ഞു. ഇവിടെ പണ്ഡിതന്മാർ ഒരേ ചോദ്യം, വ്യത്യസ്തങ്ങളായ ആൻസർ. ചോദ്യം ഒന്ന്, മറുപടി മാറി വരുന്നത്. അത് അറിയിക്കുന്നത് ഉത്തരവാദിത്തത്തിന് പാടുണ്ടോ? ഒരു ചോദ്യത്തിന് ഒരു മറുപടിയല്ലേ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. ഇവിടെ മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, ഇബ്ബത്തുകൾ നൽകുന്ന മറുപടി ഒരേ ചോദ്യമാണെങ്കിലും മറുപടി പലതാണെങ്കിലും ഒരേ ചോദ്യത്തെ ആശ്രയിച്ച് ഒരേ ഉത്തരത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അഥവാ എന്റെ വയസ്സിനുകൾ ഇന്ന് ചോദിച്ചാൽ ഇന്ന് പറയുന്നതല്ല, കഴിഞ്ഞ വർഷം ഞാൻ പറയേണ്ടത് ഒരു വയസ്സ് കുറച്ചു പറയണം, അടുത്ത വർഷം ഞാൻ പറയുന്നത് ഒരു വർഷം കൂട്ടി പറയണം, ഒരു വയസ്സ് കൂട്ടി പറയണം. അഥവാ ഓരോ വർഷവും ബർത്ത് ഡേറ്റ് ആശ്രയിച്ചുകൊണ്ടാണ് ജവാബ് ഞാൻ മറുപടി പറയുന്നതെങ്കിൽ എന്ന പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ മറുപടികളും ഇർഖാലുൽ ഫറഹ് ഫീ ഖൽബി ഇബ്നിഹിൽ മുഅ്മിൻ, ഒരു മനുഷ്യ മനസ്സിന്റെ സമാധാനം, സന്തോഷം നൽകുക എന്നതാണ്. അത് ചിലപ്പോൾ ദാഹിച്ചു തളർന്ന അവശരായവർക്ക് 10,000 ലക്ഷങ്ങൾ കൊടുത്തത് കൊണ്ടായില്ല, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കാനായിരിക്കും അവർക്ക് ഏറ്റവും തിരിച്ച് വലുത്. വഴിയറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് ഏറ്റവും വലിയ
ഉപകാരം വഴി കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും വലിയ ഉപകാരം ഒരു തൊഴിൽ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഓരോ ആളുകൾക്കും അവരോരോ ആവശ്യമാകുന്നത് ചെയ്തു കൊടുക്കുക. അതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ നമുക്ക് നൽകുന്നതെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ മനസ്സുകൾക്കും അല്ലാഹു തആല വികാരം നൽകിയിട്ടില്ലേ? ആ വികാര ശമനത്തിന് അശ്ലീലങ്ങൾ, അനാശാസ പ്രവർത്തനങ്ങൾ, അവിഹിത ബന്ധങ്ങളിൽ പോകാതെ ക്ഷമിച്ചും സഹിച്ചും നിന്ന എത്ര കുടുംബത്തിനാണ് പ്രിയപ്പെട്ട ദേവറശ്വർ അബ്ദുസ്സലാം മുസ്ലിയാർ ഹഫിളഹുല്ലാഹ് വറഅ. ഇവിടെ കൂടിയ തടിച്ചുകൂടിയ എല്ലാവരോടും പറയാനുള്ളത്, ഈ സ്ഥാപനം നിങ്ങൾ നെഞ്ചിലേറ്റുക. ഇവിടെ അപേക്ഷാർത്ഥികൾ കണ്ടമാനം വർദ്ധിക്കുന്നു. ഇനി അടുത്ത വർഷം ഇതിനേക്കാൾ ഏറെ വർദ്ധിക്കും. ആ വർദ്ധിക്കുമ്പോഴൊക്കെ ആരെ വന്നാലും മടക്കി വിടാതിരിക്കാൻ നിങ്ങൾ സ്പോൺസർമാരെ ഇവിടത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. പരമാവധി ആളുകളോട് ഈ സംരംഭം പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ ഓരോരുത്തരും ഓരോ പെൺകുട്ടിയെ സ്പോൺസർ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ 2 പവൻ നൽകിയെങ്കിൽ, 1 പവൻ നൽകിയെങ്കിൽ, അത് ഈ പ്രസ്ഥാനത്തിന്റെ മനുഷ്യ മനസ്സുകൾക്ക് എത്രയോ കുടുംബത്തിന്റെ ആശ്വാസമായിരിക്കും. അർഹമുർ റഹീമായ അല്ലാഹ്, എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നീ നൽകണേ അല്ലാഹ്. അതോടുകൂടെ തന്നെ ഈ തടിച്ചുകൂടിയ വധൂവരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ വളരെ വിഷമിച്ച് ദൂരം സഹിച്ചു വന്നെങ്കിലും നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. ഒരു കോടീശ്വരനും ഇത്തരം സൗഭാഗ്യത്തോടെ നിക്കാഹ് നടന്നിട്ടിരിക്കില്ല. എല്ലാ സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ മുശാവറ മെമ്പർമാർ, നേതാക്കന്മാർ, മഹാനായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹ് വറഅ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും, മഹാനായ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ ഹൈദർ മുസ്ലിയാർ, അതുപോലെ തന്നെ വയനാട് ഹസൻ മുസ്ലിയാർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട തങ്ങൾ, അതുപോലെ തന്നെ അതുപോലെ സഖാഫി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി, ധാരാളം സാദാത്തുക്കൾ ഉലമാക്കളുടെ നേതൃത്വത്തിലാണ്. ഇത്രയും സാദാത്തുക്കളും ഉലമാക്കളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ നിക്കാഹ് സദസ്സ് കബൂൽ ചെയ്യുമോ ഇല്ലേ എന്ന് സംശയിക്കാൻ. ഇത്രയും വലിയ ദുആകൾ കിട്ടുന്നത്, ഇത്രയും വലിയ മജ്‌ലിസ് കിട്ടുന്നത് ഏത് കോടീശ്വരനാണ്? ആർക്കാണ്? അർഹമുർ-റഹീമായ അല്ലാഹ് എല്ലാ അർത്ഥത്തിലും ഈ കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാക്കണേ അല്ലാഹ്, സന്തോഷപൂർണ്ണമാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഈ സംരംഭം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി കൂട്ടമായ സംരംഭത്തിൽ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആയതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കാകും വിധത്തിലൊക്കെ സ്പോൺസർമാരെ കണ്ടെത്തി അവർക്ക് എങ്ങനെയെല്ലാം സഹായിക്കാൻ പറ്റുമോ ആ രൂപത്തിലെല്ലാം സഹായിച്ച് ഇത്തവണ 173 കുടുംബത്തിനാണെങ്കിൽ അടുത്ത തവണ 300 500 ആക്കാൻ എല്ലാവരും ഉദ്ദേശിച്ചാൽ നിഷ്പ്രയാസം നടക്കും. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഈ സാസിൽ കൂടേണ്ട സർവ്വാദരണീയരായ സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ സെക്രട്ടറിമാരിൽ പ്രമുഖരും ഡോക്ടർ അബ്ദുസ്സലാം മുസ്ലിയാരുടെ ഉസ്താദുമായ, ഇന്ന് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു ആധികാരിക ശബ്ദം പൊൻ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഹഫിളഹുല്ലാഹ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും ആദ്യമുള്ള നേതൃത്വം ഉണ്ടാവാറുണ്ട്. ഇന്നൊരു ചെറിയ അസ്വസ്ഥത കാരണം വരാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ സുഖവും നീ ശിഫയാക്കണേ അല്ലാഹ്, തീർത്തും നീ ശിഫയാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ മഹാനവകളുടെ ഉസ്താദ് കോട്ടൂർ ഉസ്താദ്, അതുപോലെ അബ്ദുൽ ലത്തീഫ് സഅദി പ്രൈസി, അതുപോലെ നമ്മുടെ ഉലമാക്കൾക്ക് മുഴുവനും നീ പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മഹാനായ റഈസുൽ ഉലമ, മഹാനായ സുൽത്താനുൽ ഉലമ, മഹാനായ ഇബ്രാസുൽ ഉലമ, മഹാനായ താജുൽ ശരിയ, മഹാനായ സിറാജുൽ ഉലമ തുടങ്ങി ഞങ്ങളുടെ നേതൃത്വത്തിന് എല്ലാവർക്കും നീ സയ്യിദ് അലി ബാഫഖി തങ്ങൾ പരിശുദ്ധമായ മക്കയിലാണുള്ളത്. അതുപോലെ ഞങ്ങളുടെ സാദാത്തുക്കൾ ഉലമാക്കൾ എല്ലാവർക്കും നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നമ്മുടെ പെൺകുട്ടികൾക്കുള്ള ആഭരണ വിതരണം ഉണ്ട്. കുട്ടികളുടെ രക്ഷിതാക്കൾ നിന്നാൽ മതി. എത്ര വലിയ സദസ്സ് സംഘടിപ്പിച്ചാലും ഇത്രയും കൂടുതൽ ആലിമീങ്ങൾ വന്നുകൊള്ളണമെന്നില്ല. അത്രയും മഹത്വമേറിയ ഒരുപാട് പ്രായമുള്ള 75ഉം 80ഉം ഒക്കെ വയസ്സായ മഹാന്മാരുടെ ഹദറത്തിൽ വെച്ച് നാം ഇന്ന് ഒരു വലിയ സൽക്രമത്തിന് സാക്ഷിയായി.
സാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാനെ. ഞങ്ങളെ നാടിനും നാട്ടുകാർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്.